കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അവിചാരിതമായ ഒരു സാഹചര്യം കടന്നു വന്നതുകൊണ്ട് മോർണിംഗ് ഡ്യൂ പ്രക്ഷേപണം ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഈ പ്രഭാത സമയത്ത് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തെ വേദവചനചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. ഈ വേദഭാഗം കർത്താവ് യേശുക്രിസ്തു യഹൂദ സിനഗോഗിൽ ചെന്നപ്പോൾ അവിടെ കൈ വരണ്ടതായ ഒരു മനുഷ്യനെ കണ്ടു എന്ന് പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ. കൈ വരണ്ടു എന്നുള്ളതിന് അതിൻ്റെ വിശദീകരണം അവൻ്റെ വലങ്കൈ ശക്തിയില്ലാത്തതാണെന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടങ്കൈയേക്കാളും വളരെ ബലഹീനമായിരിക്കുന്നതായ ഒരു കൈയായിരുന്നു അവൻ്റേത്. ആ കൈകൊണ്ട് അവനൊന്നും ചെയ്യാൻ കഴിയാത്തതായ അവസ്ഥ. എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം, ഈ കൈക്ക് ശേഷിയില്ലാത്തതായ ഈ മനുഷ്യൻ യേശുവിനെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞതല്ല, മറിച്ച് ആ സിനഗോഗിൽ ചെന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു ആ മനുഷ്യനെ കണ്ടതാണ്. എന്നാൽ യേശു അവനെ സൗഖ്യമാക്കുവാൻ മനസ്സായി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പരീശന്മാർ യേശുവിനോട് ചോദിച്ചു, ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ? കാരണം യഹൂദന്മാരുടെ ന്യായപ്രമാണ നിയമം അനുസരിച്ച് ശബ്ബത്തിൽ യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് യേശുക്രിസ്തു അവരോട് പറഞ്ഞതായ ഭാഗം 11-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളിൽ ഒരുത്തന് ഒരു ആട് ഉണ്ട് എന്നിരിക്കട്ടെ, അത് ശബ്ബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് യേശു പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, ഈ മനുഷ്യൻ പതിവായി ഈ ആലയത്തിൽ വരുന്നവനായിരിക്കാം. എന്നാൽ ഈ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി, യേശു ഇവൻ്റെ സ്ഥിതി മാറ്റും. പക്ഷേ അപ്പോൾ പോലും അവർ അവരുടെ മതനിയമങ്ങളിൽ മുറുകെ പിടിക്കുക. ഒരുവന് നന്മ വരുന്നത് കാണുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇത് മാത്രമല്ല, യേശുവിൽ കുറ്റം ചുമത്തേണ്ടതിന് വേണ്ടിയാണ് ഈ മനുഷ്യൻ്റെ സൗഖ്യത്തെ അവർ വിലക്കുന്നത്. എന്നാൽ യേശു എന്ത് ചെയ്തു? ഈ മനുഷ്യന് വേണ്ടി യേശു വാദിക്കുക. യേശു അവിടെ ഒരാടിനെക്കുറിച്ച് പറയുന്നു. ഒരാട് കുഴിയിൽ വീണാൽ നിങ്ങളതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? തീർച്ചയായിട്ടും അവർ പിടിച്ചു കയറ്റും. അതുകൊണ്ട് യേശു പറയുന്നു, ഈ ആടിനേക്കാളും എത്ര വിശേഷതയുള്ളവനാണ് മനുഷ്യർ. അതുകൊണ്ട് അവനെ രക്ഷിക്കണ്ടേ? ഈ മനുഷ്യൻ്റെ ഈ ബലഹീനതയിൽ നിന്നും ഞാൻ അവനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. നോക്കിക്കേ, അവൻ്റെ സൗഖ്യത്തിന് തടസ്സമായി എത്ര പേരുണ്ട്. യേശുവിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുവാൻ എത്ര പേരുണ്ട്. പക്ഷേ യേശു അതിനെ ഭയക്കുന്നില്ല. നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടു കൂടെ കടന്നു വന്നാൽ എത്ര വലിയ തടസ്സമാണെന്ന് പറഞ്ഞാലും യേശു നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ കർത്താവാണ്. എന്നെ ചിന്തിപ്പിച്ചതായ കാര്യം 13-ാം വാക്യത്തിൽ, പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞ് അവൻ നീട്ടി, അത് മറ്റേ കൈ പോലെ സൗഖ്യമായി. യേശു അവനോട് പറയുന്നു, നിന്റെ ബലഹീനമായ ചലിപ്പിക്കാൻ കഴിയാത്ത നിന്റെ കരം ഒന്ന് നീട്ടിക്കേ. ഈ ഒരു സൗഖ്യം ബെഥസ്ദ കുളക്കര കിടന്ന മനുഷ്യനോട് പറഞ്ഞതുപോലെയുള്ള ഒരു സൗഖ്യമാണ്. നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞാൽ കൈ നീട്ടുവാൻ നിനക്ക് പറ്റുമെങ്കിൽ, അല്ലേ, കൈ നീട്ടുവാൻ നീ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ സൗഖ്യത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുക. ഈ മനുഷ്യൻ കൈ നീട്ടുന്നത് അവൻ്റെ സൗഖ്യത്തിനു വേണ്ടിയുള്ള അവൻ്റെ ആഗ്രഹത്തെ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് വേണ്ടി ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇന്ന് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ ഒരാഗ്രഹം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം അതിലൂടെ നിന്നെ വിടുവിക്കുന്നതായ ദൈവമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ? അയ്യോ, ഞാൻ അകപ്പെട്ടു പോയി, ഞാൻ നശിച്ചു പോയി, എനിക്കൊരു വിടുതലുണ്ടാകുമോ? എന്നാൽ നിൻ്റെ ഉള്ളിൽ ഒരു വിടുതലിന് ആഗ്രഹമുണ്ടെങ്കിൽ, സൗഖ്യത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു മടങ്ങി വരവിന് ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. നോക്കുക, നമ്മുടെ സൗഖ്യത്തിന്, നമ്മുടെ വിടുതലിന് നമ്മളുടെ വിശ്വാസവും ആഗ്രഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് യേശു എപ്പോഴും പറയുന്നത്, വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് കടന്നു വരണം. അങ്ങനെയാണെങ്കിൽ കർത്താവിന് വലിയവ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഇന്ന് ഈ പ്രഭാതവേളയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സൗഖ്യത്തിനായി,
വിടുതലിനായി, പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പ്രകടിപ്പിക്കാമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെ മുമ്പാകെ ദൈവം നിന്നെ മാനിക്കുന്നവനായ ദൈവമാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ഗാഡ് bless you all.